ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തായി സിനിമയിൽ അത്രയ്ക്ക് സജീവമല്ല എങ്കിലും നിത്യജീവിതത്തിൽ കേരള രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്ന സംഭവങ്ങളിലൂടെ ശ്രീനിവാസനെ ഓർമ്മിക്കാത്തവർ വളരെ കുറവായിരിക്കും. ശ്രീനിവാസൻ എന്ന നടനും എഴുത്തുകാരനും സംവിധായകനും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും അങ്ങനെ മാഞ്ഞു പോകുന്നതുമല്ല. അസുഖബാധിതനായി അഭിനയത്തിൽ നിന്ന് ശ്രീനിവാസൻ വിട്ടുനിൽക്കുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ എല്ലാ ശബരിമല സീസണിലുമൊക്കെ ശ്രീനിവാസന്റെ എഴുത്തിന്റെ ശക്തി, അതിലെ എവർഗ്രീൻ ആക്ഷേപഹാസ്യം നമുക്ക് നന്നായി തെളിഞ്ഞു കാണാൻ കഴിയും. എതിർപാർട്ടിയിലെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ ഗർഭക്കേസിൽ പെടുത്താൻ പറയുന്ന കോട്ടപ്പള്ളി പ്രഭാകരൻ എന്ന ഇടതു പാർട്ടിക്കാരനും പണിയെടുക്കാതെ ജീവിക്കാൻ ഭക്തിയുടെ മാർഗത്തിൽ പോകുന്ന അധ്യാപകനായ വിജയനുമൊക്കെ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അച്ഛൻ ഒരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നുവെങ്കിലും ശ്രീനിവാസനെ അതൊന്നും കാര്യമായി സ്വാധീനിച്ചിരുന്നില്ല. അമ്മ ലക്ഷ്മിയും 2 സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നാണ് ശ്രീനിവാസൻ സിനിമയുടെ ലോകത്തേക്ക് എത്തുന്നത്. കതിരൂർ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജിലെത്തിയ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. അതിനുശേഷം 1977 അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. അവിടെ ഇന്ത്യയുടെ സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. 1976 പ്രമുഖ സംവിധായകൻ PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി തുടങ്ങിയ കരിയറിൽ പിന്നീട് ഒട്ടേറെ ഹിറ്റുകൾ ഉണ്ടായി. വടക്ക് നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ 2 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഈ 2 സിനിമകളും കലാമൂല്യം കൊണ്ടും അതിലൂടെ ചർച്ച ചെയ്ത പ്രമേയം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ വേണ്ടെന്ന് വെച്ച 500-ലധികം സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന എന്നായിരുന്നു ആ വാക്കുകൾ. നീണ്ട 48 വർഷക്കാലമാണ് അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നത്. സാമൂഹ്യ വിഷയങ്ങളെ നർമ്മരസം ചേർത്ത ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളികൾക്ക് ഹാസ്യത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും പുത്തൻ അനുഭവങ്ങളാണ് ലഭിച്ചത്. വളരെ സീരിയസ് ആയ വരികളുള്ള ഒരു പ്രണയഗാനം നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുവെങ്കിൽ അതിൽ ശ്രീനിവാസൻ തന്നെയായിരിക്കും നായകനായി നിൽക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന പാട്ട് ചിത്രീകരിക്കുമ്പോൾ നായികയായ കാർത്തിക ചിരിക്കാതിരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ പെട്ടെന്ന് പുറകിലേക്ക് നടക്കുമ്പോൾ കാർത്തിക അറിയാതെ ചിരിക്കുന്നു ആ രംഗത്തിൽ കാണാവുന്ന. കൊടും ഭീകരനായ ഒരു കൊലയാളി പവനായി ആയുധങ്ങളുമായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ കൂളായി ഏതാടാ ദാസായി അലവലാതി എന്ന് ചോദിക്കുന്ന നാടോടിക്കാറ്റിലെ വിജയനെ എങ്ങനെയാണ് മറക്കുന്നത്? സിനിമാക്കാരെ തന്നെ അതിക്രൂരമായി പരിഹസിക്കുന്ന ഡോക്ടർ പത്മശ്രീ സരോജ് കുമാർ, കവലച്ചട്ടമ്മിമാരുടെ ഭീരുത്വം തുറന്നു കാണിക്കുന്ന ഗോളാന്തര വാർത്തകളിലെ കാരക്കൂട്ടിൽ ദാസൻ, അതേപോലെ നൂറുകണക്കിന് സിനിമകൾ ഉള്ളപ്പോൾ ശ്രീനിവാസൻ എന്നെന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ശ്രീനിവാസന് ആദരാഞ്ജലികൾ.